അപ്പോൾ ഇനിയിപ്പോൾ പോകുന്നതേ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഈ അമ്മയിൽ നടക്കുന്ന കൂട്ടയടി എന്ന് തന്നെ പറയാം അല്ലേ. ഇന്നലെയൊക്കെ എത്ര പേരാ വിവാദങ്ങളിൽ പ്രതികരണമായിട്ടൊക്കെ രംഗത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിവാദങ്ങളിലേക്കും അവിടുത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് പോവുകയാണ്. അവിടെ എന്തായി കാര്യങ്ങളൊന്നും അറിയണമല്ലോ. അപ്പോൾ അമ്മയിലെ വിവാദങ്ങളിൽ അംഗങ്ങൾക്കിടയിലുള്ള അതൃപ്തി കൂടുകയാണ്. പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും തമ്മിൽ അഭിപ്രായ സമന്വയം ഇല്ലാത്തതും അതേപോലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കിടയിലെ കലഹങ്ങളും അമ്മയിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന അഭിപ്രായമാണ് അംഗങ്ങൾക്കുള്ളത്. ജൂൺ 21 ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ വിഷയങ്ങൾ ചർച്ചയാകും. സൈഫുനീസ അലിയാർ വിവരങ്ങളുമായി ചേരുന്നു. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. ഈ അംഗങ്ങൾ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ ഒരു വെൽഫെയർ സംഘടനയാണ് അമ്മ. ആ അമ്മയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമൂഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഈ അംഗങ്ങൾ തന്നെ പറയുന്ന അനുസരിച്ച് സെക്രട്ടറി അറിയുന്ന കാര്യം പ്രസിഡന്റ് അറിയുന്നില്ല, പ്രസിഡന്റ് അറിയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അറിയുന്നില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും ഒരു ധാരണയും ഇല്ലെന്നാണ് ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്. എല്ലാം പരിശോധിക്കാം, വരട്ടെ, നടപടി വരട്ടെ, പഠിക്കണമല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ 2 സ്ത്രീകൾ ഒരു സഹനടനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതും ഒരു പോലീസിൽ പരാതി കൊടുക്കേണ്ട അല്ലെങ്കിൽ പോലീസിന് കൈമാറേണ്ട വിധത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ. അതിലും ഇനി ചർച്ച നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ജനറൽ ബോഡി യോഗം അത് വളരെ നിർണായകമാകില്ലേ? നിലവിൽ അമ്മയിലെ സാഹചര്യം എന്താണ് സൈഫു? സേതു, തീർച്ചയായും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. കാരണം ഈ അമ്മയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിലും വലിയ രീതിയിൽ മോശം രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മയിൽ ഏറെക്കാലത്തിന് ശേഷമാണ് ഒരു വനിതാ നേതൃത്വം വരണം എന്ന ആവശ്യത്തിനൊടുവിലാണ് ഇത്തവണ ശ്വേതാ മേനോൻ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും അതല്ലാതെ ഒരു 4-5 പേർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായൊക്കെ ഈ സംഘടനയിലേക്ക് എത്തുകയും ചെയ്തത്. അതിൻ്റെ പ്രവർത്തനം ആദ്യത്തെ തവണ, അതായത് ഏറ്റവും ആദ്യം ഉയർന്നു വന്ന ഒരു വിവാദം എന്ന് പറയുന്നത് മെമ്മറി കാർഡ് വിവാദമായിരുന്നു. അതിൽ അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കാൻ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ആയി. അതിനുശേഷം അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൽ അംഗങ്ങളെല്ലാം തൃപ്തരുമായിരുന്നു. അത് അങ്ങനെ പ്രവർത്തനത്തിൽ ആദ്യം തന്നെ നല്ല ഒരു കമ്മിറ്റി എന്ന പേര് കേട്ട ശേഷം പിന്നീട് വന്ന ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് കുടുംബസംഗമമായിരുന്നു. ഈ കുടുംബസംഗമത്തിൽ തന്നെ അംഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള വാദപ്രതിവാദങ്ങളും അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ നീനാക്കുറുപ്പും ടിനി ടോമും തമ്മിലുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയയുടെ ഫോണിലേക്ക് അവരുടെ കുടുംബം തകർക്കുന്ന രീതിയിലേക്കൊരു മെസ്സേജ് അയച്ചു എന്ന് ഈ ലക്ഷ്മിപ്രിയ പോലീസിൽ പരാതി നൽകുകയും അതിനുശേഷം അൻസിബ ഹസനെ 3 മണിക്കൂറോളം ഹിൽ പാലസ് പോലീസ് ചോദ്യം ചെയ്യുകയും പിന്നീട് അവിടെ മാപ്പെഴുതി കൊടുത്ത് അൻസിബ തിരിച്ചു വരികയും ചെയ്തത്. ആ പ്രശ്നം അവിടെ നിൽക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഈ അൻസിബ ഹസന്റെ രാജിക്കത്ത് ജനുവരിയിൽ വരികയും പിന്നീട് അത് സിസ്റ്റത്തിൽ നിന്ന് മറ്റാരും കാണാതെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത്. ഇത് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോനോട് പോലും പങ്കുവച്ചിരുന്നില്ല. ഈ പല കാര്യങ്ങളും തന്നോട് പങ്കുവയ്ക്കുന്നില്ല എന്ന ഒരു പരാതിയിൽ അമ്മ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുന്നു. ഇത് അംഗങ്ങൾക്ക് നൽകുന്ന സേവന പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൂടാതെ തന്നെ ഓഫീസ് ജീവനക്കാരി ജനറൽ സെക്രട്ടറിക്കും ട്രഷററിനുമെതിരെ പരാതി പറയുന്നു. ഈ ജനറൽ സെക്രട്ടറി ആ വിഷയത്തിൽ നടപടി എടുക്കാനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആലോചിച്ചിരിക്കുകയാണ്. മറ്റൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിനെതിരെ ഇപ്പോൾ അൻസിബ ഹസൻ ഒരു പരാതിയുമായി വന്നിരിക്കുന്നത്. ടിനി ടോമിനെതിരെ ഗുരുതരമായ ഒരു പരാതി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഈ അമ്മ അംഗങ്ങൾക്ക് വലിയ അതൃപ്തിയാണുള്ളത്. കാരണം ഈ ഓഫീസ് ജീവനക്കാരി ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. കാരണം കുക്കു പരമേശ്വരനുള്ള ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഇവർ വർക്ക് ഫ്രം ഹോം ആയിട്ടാണ്. അപ്പോൾ ഓഫീസിലെ മറ്റു പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. എത്ര നാൾ ഇങ്ങനെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഓഫീസ് സ്റ്റാഫിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതുകൂടാതെ തന്നെയാണ് ഈ അംഗങ്ങൾക്കിടയിൽ ചേരിതിരിഞ്ഞുള്ള പരാതി നിൽക്കുന്നതും എല്ലാവരുടെയും ഒരു സമ്മതത്തോടെ, അതായത് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനം, അൻസിബ ഹസൻ ഇരുന്നിരുന്ന സ്ഥാനം. പക്ഷെ അത് അൻസിബ രാജിവെക്കുന്ന ഒരു സാഹചര്യവും വന്നത്. അത് ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്യാതെ അത്തരം ഒരു രാജി അംഗീകരിക്കുകയും ആ രാജി വെച്ചത് രാജിക്കത്ത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തതും വലിയ രീതിയിൽ അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ ഈ വരുന്ന ജൂൺ 21 ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ ചർച്ചയാവുകയും ചിലപ്പോൾ ഈ ഭരണസമിതിക്ക് എതിരെ എല്ലാ അംഗങ്ങളും തിരിയാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ സൈഫു, ശരി.